ഗൈസ് അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇവിടുന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 23,300 23,700 ഓൾമോസ്റ്റ് 400 പോയിന്റ് മൂവ് ആണ്. ഓക്കെ, 200 പോയിന്റ് ആണ്. 1:20 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് ടാർഗറ്റ്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും 1:20. ഗൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു പവർഫുൾ ആയ ഒരു EMA ക്രോസ് ഓവർ സ്ട്രാറ്റജിയാണ്. നമുക്കറിയാം യൂട്യൂബിലൊക്കെ ഒരുപാട് EMA ക്രോസ് ഓവർ സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആയിരക്കണക്കിന് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 920 EMA. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ചാർട്ടിൽ 920 EMA ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ആ ഒരു 920 EMA ഒരു ദിവസം തന്നെ എത്ര ട്രേഡ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന്. ഒരു ട്രേഡറെ സംബന്ധിച്ചോളം നമുക്ക് എത്രത്തോളം ട്രേഡ് കുറച്ച് കിട്ടുന്നു അത്രത്തോളം നമ്മൾ പ്രോഫിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഒരു ദിവസം തന്നെ 4-5 ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ചിലപ്പോൾ ഒരു ദിവസം തന്നെ വൈപ്പ് ആയി പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ട്രാറ്റജിയിൽ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു ദിവസം 2 ട്രേഡാണ് കിട്ടാൻ ചാൻസ് കൂടുതൽ. റയർ കേസിൽ മാത്രമാണ് 3 ട്രേഡ് ഒക്കെ കിട്ടുന്നത്. ഇതിന്റെ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ 1:2 മുതൽ 1:5 വരെയാണ് ഇതിന്റെ റിസ്ക് റിവാർഡ്. നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ 920 നോക്കുകയാണെങ്കിൽ സ്കാൽപ്പിങ്ങിന് മാത്രമാണ് ഈ 920 ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതലും നമുക്കൊരു വലിയൊരു മൂവിന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു 1:2 1:5 ഒക്കെ കിട്ടണമെങ്കിൽ റയർ കേസിലാണ് കിട്ടുക 920. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ, ഈ ഒരു EMA യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 1:2 മുതൽ 1:5 വരെ റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു പവർഫുൾ ആയ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. കാരണം എന്താ, ഞാൻ ഈ ഒരു സ്ട്രാറ്റജി സെൽഫ് ബിൽഡ് ചെയ്തൊരു സ്ട്രാറ്റജിയാണ്. ഇത് ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല. ഈ ഒരു EMA ക്രോസ് ഓവർ മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ആയത് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിന്റെ ബാക്ക് ഡാറ്റ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കഴിഞ്ഞ മാർക്കറ്റിൽ, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സ്ട്രാറ്റജി മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ആയത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടത്. അതിപ്പോ ഏതൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യാലും അതിനനുസരിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ടൈം വരെ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ ഒരു അരമണിക്കൂറായിരിക്കും, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും. അതിനുള്ളിൽ നമുക്ക് ടാർഗറ്റോ ലോസോ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് നമ്മൾ ഈ ഒരു നവംബർ മുതലാണ് നമ്മൾ ബേക്കോട്ട് പോകുന്നത്. നിങ്ങളെ കാണാൻ പറ്റും ഇവിടെ ഒരു ക്രോസ് ഓവർ ഓൾറെഡി ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തത് നമുക്ക് ഈസി ആയിട്ട് എത്ര കിട്ടി, 1:5 വരെ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രോസ് ഓവർ ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 423,400 പോയത് നമുക്ക് 23,490 പോയിന്റ്. ഓൾറെഡി 5 പോയിന്റിന്റെ മൂവ്മെന്റ് തന്നിട്ടുണ്ട് 1:5. അപ്പം ഈ ഒരു ആഴ്ച തന്നെ നമുക്ക് 1:5 രണ്ടും ആട്ടാണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് 1:5 ഇവിടെ നമുക്ക് 1:5 അല്ല 1:10 വരെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് എന്തൊരു വലിയ മൂവാണ്. ഇത് ഇവിടെ 23,300 ഓക്കെ 23,700 ഓൾമോസ്റ്റ് 400 പോയിന്റ് മൂവാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് ക്രോസ് ഓവർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് 1:5 മേലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റേഞ്ചിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് 1:5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല, ഈ ഒരു റേഞ്ച് ക്രോസ് ഓവർ ആയി. ഇവിടെ ക്രോസ് ഓവർ ആയാലും നമ്മൾക്ക് ഇവിടെ നമ്മളെ SL അടിക്കാൻ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. കാരണം എന്താ, ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ RSI ക്രോസ് ഓവർ നമ്മൾ നോക്കുക. ഓൾമോസ്റ്റ് ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. നമ്മൾ ട്രേഡ് എടുത്തത് 14:25 ക്യാൻഡിലാണെങ്കിൽ എക്സിറ്റ് ആയത് 14:45 ക്യാൻഡിൽ. ഓക്കെ, അപ്പൊ നമുക്ക് വലിയ SL അടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാഴ്ച തന്നെ എത്രയാണ് നമ്മുടെ വിന്നിങ് റേഷ്യോ എന്ന് കൂടെ കാണാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ ഒന്നും നമുക്ക് ട്രേഡ് ഇല്ല. നമുക്ക് എവിടെയാണോ ക്രോസ് ഓവർ അവിടെ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കൂ. ഇവിടെ കാണാൻ പറ്റും ക്രോസ് ഓവർ ആയി. ഇവിടെ നിന്ന് ഇവിടെ മുതലുള്ള ടാർഗറ്റ് നമുക്ക് 1:5 നമുക്ക് നോക്കാം എത്രയാണ് കിട്ടിയത്. ഓക്കെ, 24,100 24,200 1:5 നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് 1:5 കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല, നമുക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്തു. ഇവിടെയും ക്രോസ് ഓവർ ആയിട്ടില്ല, ട്രേഡ് അവോയ്ഡ് ചെയ്തു. ഇവിടെ നമുക്ക് ക്രോസ് ഓവർ ആയി. ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ട് നമുക്ക് 1:5 മേലെ തന്നെ നമ്മുടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് 1:5 മേലെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് 1:5 മേലെ ടാർഗറ്റ്. ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. 23,850 23,850 23,950 അപ്പോൾ ഒരു 1:5 ആണ് അവിടെ കിട്ടിയത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രോസ് ഓവർ ആയി. ഇവിടെയും നമുക്ക് ടാർഗറ്റ് കിട്ടി. കൂടുതലും മാക്സിമം ട്രേഡും 1:4 മേലെ തന്നെയാണ് കിട്ടിയത്. ക്രോസ് ഓവർ ആയി ട്രേഡ് എടുത്തു,
1:5 ടാർഗറ്റ്. ഒക്കെ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിന്റെ പവർ. നിങ്ങൾക്ക് കാണാൻ പറ്റും റയർ കേസിൽ മാത്രമേ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ട്രേഡ് വരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ബിഗ് ടാർഗറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ക്രോസ് ഓവറിൽ. നെക്സ്റ്റ് ക്രോസ് ഓവർ ഇവിടെയായിരുന്നു. നമുക്ക് ഇവിടെ ട്രേഡ് എടുത്തു, നമ്മൾ ഇവിടെ എക്സിറ്റ് ആയി. ഞാൻ പറഞ്ഞല്ലോ എക്സിറ്റ് ആവേണ്ട പോയിന്റ് എന്താണ്, നമുക്കിവിടെ RSI ക്രോസ് ഓവർ ആയി, നമ്മളിവിടെ എക്സിറ്റ് ആയി. നമുക്ക് വീണ്ടും ഇവിടെ ഒരു റീ എൻട്രി, അതായത് ഇത് ക്രോസ് ആയിട്ടില്ല, നമുക്ക് ഇവിടെ നമുക്ക് റീ എൻട്രി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ട്രേഡ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമ്മുടെ EMA ക്രോസ് ഓവർ ആയി ട്രേഡ് എടുത്തു. ഉണ്ടോ, ഒരാഴ്ച തന്നെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒക്ടോബർ 28 ഫുള്ള് 1:4 മേലോട്ട് മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും, നമുക്ക് ഇവിടെ ക്രോസ് ഓവർ ആയി നമുക്ക് ഇത്രയും വലിയൊരു മൂവ് കിട്ടി. അപ്പോ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ക്രോസ് ഓവർ ഉണ്ടായിരുന്നു, നമുക്ക് ട്രേഡ് കിട്ടി. ഇവിടെ ഒരു ക്രോസ് ഓവർ ആയി. നമുക്ക് എന്തായാലും നമ്മുടെ ഇത്രയും സമയം നമ്മളെ SL അടിക്കാൻ വെയിറ്റ് ചെയ്യും, നമ്മൾ അതിന് മുന്നേ എക്സിറ്റ് ആവും. ഇവിടെ കാണാൻ പറ്റും RSI നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക, RSI ഇവിടെയാണ് ക്രോസ് ഓവർ ആയത്. ഈ ഒരു ക്യാൻഡിൽ ക്രോസ് ആയി നമ്മളവിടെ എക്സിറ്റ് ആയി. ഓക്കെ, ഇവിടെയും നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പിന്നെ ഒരു കാര്യം, എനിക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ SL നമ്മൾ റൺ ചെയ്യണം. ഓക്കെ, ഒരിക്കലും SL ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ആക്കി വെച്ചിട്ട് നമ്മൾ ട്രേഡ്, ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തു. ഓക്കെ, ഇവിടെ ക്രോസ് ഓവർ ആയി ടെസ്റ്റ് വന്നു, നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു. ട്രേഡ് ഇവിടെ എടുത്ത ഈ ഒരു ക്യാൻഡലിൽ ലോ ആയിരിക്കണം നമ്മുടെ SL എന്ന് പറഞ്ഞു. ഓക്കെ, എപ്പോഴാണ് ഈ ഒരു ക്യാൻഡലിലെ ലോയിലോട്ട് മാർക്കറ്റ് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് വരുന്നത്, അങ്ങനെ എക്സിറ്റ് ആവും. അപ്പൊ അങ്ങനെ എക്സിറ്റ് ആവുന്നതിന്റെ പ്രശ്നം നമ്മുടെ ലോസ്, അതായത് എക്സിറ്റ് ആകുമ്പോൾ നമ്മുടെ ലോസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ RSI ക്രോസ് ഓവറിൽ എക്സിറ്റ് ആവണം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. പിന്നെ നമ്മുടെ SL റൺ ചെയ്യുന്ന കാര്യം, ഇപ്പം ഇവിടുന്ന് നമുക്ക് ഇത്രയും ഒരു മൂവ് കിട്ടി, ഒരു 10 പോയിന്റ് മൂവ് കിട്ടിയെന്ന് വെച്ചാൽ ഒരു 20 പോയിന്റ് മൂവ് ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ട് കിട്ടി. നമ്മുടെ SL കയറ്റിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെക്കണം. കാരണം 20 ആണ് നമുക്ക് പോയിന്റ് കിട്ടിയത്, നമ്മൾ 10 SL കയറ്റി വെക്കണം. ഇപ്പം 100 രൂപയ്ക്ക് വാങ്ങിച്ച പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ അത് 120 പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ SL 90 10 പോയിന്റാണ് വെച്ചെന്നുണ്ടെങ്കിൽ 90 നേരത്തത് 110 കയറ്റി വെക്കണം. കാരണം നമ്മുടെ SL മാർക്കറ്റ് തിരിഞ്ഞു വന്നാലും നമ്മൾ ഒരിക്കലും ലോസിൽ കട്ട് ചെയ്യാതെ ഇരിക്കാനുള്ള ഓപ്ഷനാണ് അത്. ഓക്കെ, അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം SL റൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു സ്ട്രാറ്റജിന്റെ ബാക്ക് ടെസ്റ്റ്, അതായത് ബാക്ക് ഡേറ്റ. ഓക്കെ, ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു, അതായത് ഒക്ടോബർ 18 നിങ്ങൾക്ക് കാണാൻ പറ്റും ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, ഇവിടെ എക്സിറ്റ് ആകാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവിടെ എങ്ങനെ എക്സിറ്റ് ആവുന്നല്ലേ, കാണിച്ചാലോ. അതിനാണ് നമ്മൾ RSI ക്രോസ് ഓവറിലൂടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ എൻട്രി എടുത്ത് 14 ബാക്ക് ടെസ്റ്റ് കിട്ടിയത്, അതായത് റീട്രേസ്മെന്റ് കിട്ടിയത് 14-20 ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ RSI ക്രോസ് ഓവർ 14-40 ക്യാൻഡിലെ നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിന്റെ പവർ. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഒരു ദിവസം മാക്സിമം 1-2 മാക്സിമം 3 ട്രേഡ് ഒക്കെയാണ് കിട്ടാറ്. റയർ കേസിൽ മാത്രമാണ് കൂടുതൽ ട്രേഡ് കിട്ടാറ്. ഞാൻ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ ട്രേഡ് ഒക്കെ എടുക്കാറ്. ആ ഒരു ട്രേഡ് എടുക്കുന്ന വീഡിയോ ഒക്കെ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇത് ഏതാണ് EMA എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു EMA ആണ്, പേഴ്സണൽ ആയിട്ട് ബിൽഡ് ചെയ്തൊരു സ്ട്രാറ്റജിയാണ്. അപ്പം ഈ ഒരു EMA നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് EMA ക്രോസ് ഓവർ ആണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ്. അപ്പം സ്ട്രാറ്റജി ഒന്നും ഇല്ല, നിങ്ങൾ ഇത്രനാളും നല്ലൊരു ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഉറച്ചു നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.